ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നും ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നൊരു വ്ളോഗാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, റെസിപ്പീസൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനിതിപ്പം ചായക്കുള്ള വെള്ളം എടുക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ വരുമ്പോഴത്തേനും ചായപരിപാടികൾ കഴിയാനായിട്ടുണ്ടാവും. അപ്പോൾ ഉമ്മ എല്ലാം ആക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഉമ്മ ലേറ്റായി പോയി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ചായക്കുള്ള വെള്ളം എടുത്തിട്ട് അത് സ്റ്റവിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഇന്ന് എനിക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെ. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാനുണ്ട്. എൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ കുറച്ച് ദൂരെയാണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ യാത്ര ഉണ്ടാവും തോന്നുന്നു. ഞാൻ അത്രയും ദൂരെ പോയിട്ട് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2021 അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് അങ്ങനെ പിന്നെ എൻ്റെ കസിൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലാണ് കേട്ടോ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഒരു എല്ലാം ക്ലിയറാക്കി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ പോയി പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ലീവുള്ള ദിവസങ്ങളിലാണ് അങ്ങോട്ട് പോകലുള്ളത്. എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ടുപോകാൻ കസിൻ വരും. അപ്പോൾ എനിക്ക് ലീവുള്ള ദിവസങ്ങളിലാണ് കേട്ടോ പോകല്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പത്തിരി ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ്. ഇവിടെ എല്ലാവർക്കും പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ടുണ്ടാവും. പിന്നെ ഇപ്പം നോയിന് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഉമ്മ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓന് കഴിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഞാനിത് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ അതവിടെ പരത്താണ് കേട്ടോ. പിന്നെ കറിൻ്റെ കാര്യങ്ങളും ഉമ്മ തന്നെയാണ് നോക്കുന്നത്. സാധാരണ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഞാൻ നോയിനെ കൂടെ കൊണ്ടുപോകാണ് കേട്ടോ ചെയ്യല്. ഒരു 1-2 പ്രാവശ്യം അവിടെ അനീസ്ഖാൻ്റെ ഷോപ്പിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓനെ മൂത്താപ്പൻ്റെ വീട്ടിലാക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പം അവിടെ എന്താ പറയുക, എൻ്റെ കസിൻ്റെ മോളുണ്ട്. ഒരു നല്ല കമ്പനിയാണ്, ഓനായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവിടെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഓനക്കും ഒരു രസമാവുമല്ലോ. അങ്ങനെ ഇപ്പോൾ പത്തിരി ചുടൽ ഓൾമോസ്റ്റ് കഴിയാനായിക്കുന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ചായ കുടിച്ച് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചായ തിളച്ച് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ അത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെച്ച് നമ്മൾ അങ്ങനെയാണ് ചെയ്യൽ. ഇവിടെ ചായ ആക്കിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും. എന്നാൽ പിന്നെ വരുന്നവർക്ക് ചൂടോടെ തന്നെ അങ്ങനെ കുടിക്കാൻ പറ്റുമല്ലോ. പിന്നെ നമുക്ക് പണിയില്ല. മറ്റ് ഓരോരുത്തർ വരുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ചൂട് ചായ ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഇത് ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരി ചുടൽ ഇവിടെ സ്പീഡിൽ കഴിയുന്നുണ്ട്. പിന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം അടുത്ത് വരെ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് മേല് മൊത്തം ചൊറിയുന്നൊരു പ്രശ്നം വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞത് നമ്മുടെ യൂസ് ചെയ്യുന്ന സോപ്പിൻ്റെ പ്രശ്നമാണെന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിലുള്ള റീഡിങ് കാണിച്ചു തരാം. ഇത് നമ്മൾ സ്കിന്നിൽ എത്രത്തോളം മോയ്സ്ചർ ഉണ്ടെന്ന് അളക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സാധാരണ സോപ്സ് എല്ലാം യൂസ് ചെയ്യുമ്പം നമ്മൾ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിൽസ് എല്ലാം പോക്കിയിട്ട് ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ദാ ഇതിൻ്റെ റീഡിങ് കണ്ടില്ലേ, റെഡ് ആയിട്ടാണ് നിൽക്കുന്നത്. 27.5% ആണ് മോയ്സ്ചർ. ഓയിൽ കണ്ടൻറ്റും നിങ്ങൾക്ക് നോക്കിയാൽ കാണും. അപ്പോൾ ഞാൻ കൈയിൻ്റെയും കൂടെ റീഡിങ് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഈ മോയ്സ്ചർ എല്ലാം എടുത്ത് കളയുന്ന സോപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഒരു മോയ്സ്ചറൈസിങ് ലോഷനും ഒക്കെ അപ്ലൈ ചെയ്യേണ്ട പ്രശ്നം വരും. അത് ഈ ബിസി ലൈഫിൽ എല്ലാവർക്കും നടന്നോളണമെന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു 2-in-1 പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് ലോഷനും സോപ്പും കൂടി വരുന്നതാണ്. ഇത് മാമത്തിൻ്റെ വിറ്റാമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ്. ഇത് സെയിം തന്നെ ഒപ്റ്റൻ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണിത്. അപ്പോൾ ഇതാണ് സോപ്പ്, ഇതാണ് ലോഷൻ. അതായത് ഇതിൽ രണ്ടും കൂടെ വരുന്നുണ്ട്, സോപ്പും ലോഷനും കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 4 എണ്ണത്തിൻ്റെ ഒരു പാക്കായിട്ടാണ് ഇത് വരുന്നത്. അത്യാവശ്യം നല്ല സൈസും ഉണ്ട്, അതുകൊണ്ട് കുറേ കാലത്തിന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ മെയിനായിട്ട് വിറ്റാമിൻ സിയും ലെമണും ഹണിയൊക്കെ ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും നല്ല സോഫ്റ്റ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ഫേസിൽ കുറച്ച് വെള്ളമാക്കിയിട്ടുണ്ട്. എന്നിട്ട് സോപ്പ് കയ്യിലെടുത്തിട്ട് ഇതാ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തേണ്. ഇനി വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഇനി നമുക്ക് ഒന്നും കൂടെ റീഡിങ് എടുത്ത് നോക്കാം, എന്താണ് വരുന്നത് എന്ന് കാണാം. സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഇത് സ്കിന്നിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് നോക്കിയപ്പോൾ തന്നെ റീഡിങ് കിട്ടിയിട്ടുണ്ട്.
നേരത്തെ അത് റെഡ് ആയിരുന്നു, ഇപ്പോൾ അത് ഗ്രീൻ ആയിട്ടുണ്ട്. മോയ്സ്ചർ 52.4 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയുന്നതിനേക്കാളും മെഷീൻ്റെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സ്കിന്ന് പിന്നെ നല്ല സോഫ്റ്റ് ആയ പോലെ ഉണ്ടായിരുന്നു, നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലും കൂടെ ഒന്ന് നോക്കാം. കയ്യിൽ ഞാനാദ്യം വെള്ളം വെച്ചിട്ടാക്കിയിട്ട് പിന്നെ സോപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ആക്കിയിട്ട് പിന്നെ നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് റീഡിങ് എടുത്ത് നോക്കാം. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളിനി സോപ്പിട്ട് കുളിച്ചിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ലോഷനൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഇതിൽ തന്നെ രണ്ടും ഉള്ളതുകൊണ്ട് നല്ലതാണ്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ റീഡിങ്ങും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേന്. പിന്നെ മലബാർ 2024 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. മാമാഅർത്തിൻ്റെ ആപ്പിലും സൈറ്റിലുമാണ് കേട്ടോ ഡിസ്കൗണ്ട് ഉണ്ടാവുക. മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. പോരാത്തിന് ഇപ്പോൾ നിയർ ബൈ സ്റ്റോഴ്സിലും കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് കാണുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. മാമാഅർത്തിൻ്റെ പ്ലാൻ ഗുഡ്നസ് ഇനീഷ്യേറ്റീവ് ഉണ്ട്. അതായത് നമ്മൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ അവർ നട്ടിട്ടുള്ള ഒരു ചെടിയായിട്ട് ലിങ്ക് ചെയ്യും. അങ്ങനെ 2025 ആകുമ്പോഴത്തേനും 1 മില്യൺ ട്രീസ് നടാനുള്ളൊരു ഇനീഷ്യേറ്റീവാണ്. പിന്നെ കസിൻ വന്ന് ഇന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം നോയിനെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇതെൻ്റെ കസിൻ്റെ മോളാണ്. അപ്പോൾ ഓളെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയായി. അങ്ങനെ ഓളെ കൂടെ കുറച്ച് സമയം ഇങ്ങനെ കളിപ്പിച്ചിട്ട് ഓൻ്റെ മൂഡൊന്ന് സെറ്റാക്കിയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ആക്കി പോകുമ്പം എനിക്ക് നല്ല സങ്കടം തോന്നും കേട്ടോ. പിന്നെ ഇത് ആവശ്യമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, മാത്രമല്ല ഓനെ നല്ല സേഫായിട്ടുള്ള സ്ഥലത്താണ് ആക്കണതും. പിന്നെ കൂടിപ്പോയാലൊരു 1.5 മണിക്കൂറൊക്കെ ഞങ്ങൾ വിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ പിന്നെ എന്താ പറയുക, എന്തായാലും ആവശ്യമാണ് ഈ ലൈസൻസ് എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ മെനക്കെട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഓന് നല്ല സെറ്റായിട്ടോ. അവിടെ എല്ലാവരും കൂടി നല്ല കളിക്കലൊക്കെയായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് പുതിയ വീടെടുക്കുന്നത്. അപ്പോൾ അവിടെയും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഇങ്ങോട്ട് വന്നേനെ കേട്ടോ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കാര്യമായിട്ടൊന്നും ആയിട്ടില്ല, തറൻ്റെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണിടലാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. കുറേ പേര് ചോദിക്കലുണ്ട് എന്തായി പണിയെന്ന്. പിന്നെ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അത് റെഡിയാക്കുന്നുമുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പം എനിക്കും കൺഫ്യൂഷൻ ആവും. കാരണം ആ പ്ലാൻ നമ്മളെ കൈമലുണ്ട്, എന്നാലും ഇതിപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടാത്ത പോലെയാണല്ലോ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് സൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് കേട്ടോ ഞാൻ പഠിക്കുന്ന ഡ്രൈവിംഗ് സ്കൂള്. ഉള്ളണത്തുള്ളതാണ്, സ്പീഡ് എന്ന് പറഞ്ഞിട്ട്, പരപ്പനങ്ങാടി ഭാഗത്ത് ഉള്ളണം, അവിടെയാണ് എൻ്റെ ഡ്രൈവിംഗ് സ്കൂള്. ഇതാണ് എൻ്റെ കസിൻ്റെ ഫ്രണ്ട്, ഓനാണ് എനിക്കൊക്കെ സെറ്റാക്കി തന്നത്. പിന്നെ ആ നേരത്തെ കണ്ടില്ലേ, അതാണ് കേട്ടോ എൻ്റെ ടീച്ചർ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിക്കുന്നത്, എട്ടിടാനും എച്ചിടാനൊക്കെ ലെവലയക്കുന്നത്. എന്നാലും ഇതൊരു ഭാഗ്യപരീക്ഷണമാണല്ലോ, നമ്മൾ അന്ന് എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടല്ലേ. എന്തായാലും കഴിയുമെന്ന് വിചാരിക്കണേ. എനിക്ക് മാർച്ചിലാണ് ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കസിൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നോയിനെ പിക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും അനീസ്കൻ്റെ വീട്ടിൽ തന്നെ വന്നേനെ കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പാക്കേജ് വന്നതാണ് കേട്ടോ. kidulen.com എന്നുള്ളതാണ്. ഇവരുടെ പ്രൊഡക്ട്സ് ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം സൗദിയിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ കുട്ടികൾക്കുള്ള ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ലേനോ, നോയിന് പോലും ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ ഈ kidulen.com തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പം നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. പിന്നെ സൗദി പോയി നോക്കിയ സമയത്ത് എല്ലാത്തിനും ഭയങ്കര റേറ്റ്, അത് ഇവിടുന്ന് കെട്ടിപ്പോയി കൊണ്ടുവരുവാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് kidulen.com എന്ന് ഓർഡർ ചെയ്യാമെന്ന്. നമുക്ക് പുറത്ത് കിട്ടുന്ന ആ ഒരു സെയിം ക്വാളിറ്റി സാധനം തന്നെയാണ് കേട്ടോ ഇവരുടേത്. അതായത് എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. പിന്നെ ഇവരുടെ ഒട്ടുമിക്ക കളക്ഷനും പ്രൈസ് വരുന്നത് 500-ന് താഴെയാണ് കേട്ടോ. ഇത് ഒരു സെറ്റാണ്, ഇങ്ങനെ എന്താ പറയുക, ട്രൗസറും ഒരു ടീഷർട്ട് പോലെ പെൺകുട്ടിയൊക്കെ ഉള്ളതാണ്. നേരത്തെ കണ്ടില്ലേ മോള്, ഓക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അതാണ് ഈ ഒരു സെറ്റ്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റായിട്ടാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ട്രൗസറും ഉണ്ട്. പിന്നെ നല്ല മെറ്റീരിയലാണ്, കുട്ടിക്ക് ചൂടുകാലത്തൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു ഇറിറ്റേഷനും തോന്നാത്ത ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇത് ഞാനിവിടെ ഐഷുവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഇത് ഒരു നൈറ്റി പോലെയാണ് കേട്ടോ, ഫുൾ സ്ലീവ് ആയിട്ട് വന്നിട്ട് ഒരു നൈറ്റ് ഡ്രസ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ പോക്കറ്റ് വരുന്നുണ്ട് രണ്ട് സൈഡിലും, ഇട്ടിട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഓക്കെ. പിന്നെ ഇത് ഞാൻ നോയിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു സെറ്റാണ്. അത് ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടീഷർട്ടും പിന്നെ ഒരു ട്രൗസറാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് പുറത്ത് പോകുമ്പോഴും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ട് വീട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കാനും പറ്റുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇവരുടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ടീഷർട്ട്സിൻ്റെ ഒക്കെ കോംബോ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ കുറേ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ ഇത്ര മാത്രമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ടീഷർട്ടും കൂടെ ഉണ്ട്. ഇതാ ഇങ്ങനെ ഒരു ക്യാറ്റിൻ്റെ ഒരു പ്രിൻ്റാണ് വരുന്നത് വൈറ്റ് ടീഷർട്ടിൽ. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേണ്. പിന്നെ അതിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാന്നുള്ളൊരു ഷോർട്സ് വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
പിന്നെ ഇതൊരു 3 ബിബ് വരുന്നൊരു സെറ്റാണ് കേട്ടോ. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, വാട്ടർ പ്രൂഫാണ് കേട്ടോ അത്. അപ്പോൾ കുട്ടികൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് അതിലെന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് കഴുകി റീയൂസ് ചെയ്യാനും പറ്റും. ഇനി ഞാൻ നോയിൻ്റെ വാർഡ്രോബ് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് പോയി വന്നതിന് ശേഷം നന്നാക്കിയിട്ടേ ഇല്ലേനോ, ഇങ്ങനെ മടി പിടിച്ചിരുന്നു പോയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേനോ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇന്ന് ഇവൻ്റെ അൽമാറയാണ് കേട്ടോ നന്നാക്കണേ. അതിന് മുന്നായിട്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് തട്ടി വിരിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇന്ന് രാവിലെ പോകുന്ന ആ ഒരു തിരക്കിൽ ഇതൊന്നും ചെയ്തിട്ടില്ലേനി. അപ്പോൾ ബെഡ്ഷീറ്റൊന്നും ചേഞ്ച് ആക്കുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി വിരിച്ചിട്ട് തലാണൊക്കെ ഒന്നിങ്ങനെ മാറ്റി റെഡിയാക്കി ഇടുന്നുണ്ട്. പിന്നെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ മീഷോന്നൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഹാങ് ചെയ്യുന്നൊരു വാൾ ഷെൽഫ്. അപ്പോൾ അത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ തൂക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നീനി. അപ്പോൾ അതാ ഞാനും നോവും കൂടെ അത് തൂക്കിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു വാൾ ഷെൽഫ് ഉണ്ടല്ലോ, അതെനിക്ക് ഏകദേശം ഒരു 137 രൂപക്കാണ് കേട്ടോ മീഷോന്ന് കിട്ടിയത്. നല്ല ലാഭമായിട്ട് തോന്നി. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേണ്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അതൊക്കെ ഞാനിപ്പോൾ മീഷോന്നാണ് വാങ്ങിച്ചത്. ഞാനിപ്പോൾ ഇങ്ങനെ മീഷോ അഫോർഡബിൾ ഫൈൻസ് എന്ന് പറഞ്ഞിട്ടും കിച്ചൺ ഫൈൻസ്, ഹോം ഫൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഞാൻ പേജിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തേണ്. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഈ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതും മീഷോന്ന് വന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അത് ഞാൻ നോയിൻ്റെ അൽമാറയിൽ ഇങ്ങനെ എല്ലാം സെക്ഷനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ശരിക്കും ഇതൊരു ഷെൽഫാണ്. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മളിങ്ങനെ എന്താ പറയുക, അട്ടിക്കട്ടിക്കായിട്ട് വെക്കുമല്ലോ, അങ്ങനത്തെ ഒരു ഷെൽഫാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ബോക്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. എനിക്ക് തോന്നുന്ന അറൗണ്ട് ഒരു 600 റുപ്പീസാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊരു 6 ബോക്സ് ഉണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം ഈ ബോക്സസ് മാത്രമായിട്ട് വാങ്ങിക്കുമ്പം നല്ല സൈസുള്ളതും കിട്ടണില്ല, പിന്നെ ഭയങ്കര റേറ്റും കാണുക. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് വാങ്ങിയാൽ നമുക്കിനി എപ്പോഴെങ്കിലും ഇങ്ങനെ ഷെൽഫായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിനും പറ്റുമല്ലോ. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും നോ കൂടെ വരും കേട്ടോ. അങ്ങനെ ഓനക്ക് ഞാൻ ഇത് കയ്യിൽ കൊടുത്തേന്. ഇത് വെറ്റ് വൈപ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ തുടച്ചെടുക്കണത്. നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരെണ്ണം തുടയ്ക്കുന്നുണ്ട്, അങ്ങനെ ഓനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ബോക്സായിട്ട് ഓൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് വരുമ്പം അടുത്ത ഭാഗം അവന് വൃത്തിയേടാക്കും. അതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. എന്നാലും സാരമില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ. പിന്നെ ഇവൻ്റെ ഡ്രസ്സസ് അധികം ഞാനിങ്ങനെ ഈ ഒരു കൊട്ടയിൽ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായത്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതും എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ടായിനി. അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം കാറ്റഗറൈസ് ചെയ്തെടുത്ത് എന്നിട്ട് പിന്നെ അൽമാറയിലുള്ളതും ഒന്ന് എടുത്തേണ് കേട്ടോ. അതിലിനി വലിപ്പം കൂടിയതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം, ഇപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നത് വേറൊരു സൈഡിലേക്കും അങ്ങനെ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിനി ഈ ഒരു ബോക്സ് വലുതാവുമെന്ന്. അപ്പോൾ അതൊന്നിങ്ങനെ വെച്ച് നോക്കി. അങ്ങനെ 3 എണ്ണം ഇവിടെ തന്നെ വെക്കാം, പിന്നെ ബാക്കിയുള്ളത് താഴത്തെ ഡ്രോയേഴ്സിലും വെക്കാമെന്ന് വിചാരിച്ച്. ഇതിൽ ഇന്ത്യയും കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചേനെ. പിന്നെ നോയിൻ്റെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് കുറേ പേരിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എവിടുന്നാണ് വാങ്ങിച്ചതെന്ന്. ഇത് നെക്സ്റ്റ് ബേബി എന്ന് പറഞ്ഞിട്ടൊരു പുറത്തുള്ളൊരു ബ്രാൻഡിൻ്റെ ഡ്രസ്സേനു കേട്ടോ. അത് നോയിന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് മുടിയാഴ്ചലിന്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറേ കാലമായി, നോയിനൊരു 6 മാസം ഉള്ള സമയത്ത് വാങ്ങിച്ചതേനു. പിന്നെ ഇത് മാക്സ് എന്നുള്ളതാണ്. ഇത് ഇപ്പം കുറേ കുട്ടികളെടുത്ത് ഞാൻ കണ്ടിരുന്നു കേട്ടോ, മാക്സ് എന്നുള്ള ഒരു എന്താ പറയുക മിലിറ്ററി പ്രിൻ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവൻ്റെ ട്രൗസേഴ്സ് പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പാൻറ്റുകളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ബോക്സിലാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ എണ്ണം വെക്കാം, സ്പേസ് ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഡെയിലി വേസ് അങ്ങനെ കുറച്ചൊന്ന് ചുളിഞ്ഞിരുന്നാലും പ്രശ്നമില്ലല്ലോ, നല്ലപോലെ മടക്കി വെച്ചാൽ മതി. അപ്പം വല്ലാതൊന്നും ചുളിയൂല. പിന്നെ ഓൻ്റെ ഈ ഡയപ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് റീയൂസബിൾ ഡയപ്പേഴ്സ് സൂപ്പർ ബോട്ടം, അതും ഇതിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന മറ്റേ ഷർട്ട്, ടീഷർട്ട്, റോംപർ, അതൊക്കെ ഞാൻ ഒരു സെക്ഷനാക്കി വെച്ചിരിക്കുന്നത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങി കുടുങ്ങിയെന്ന് പറഞ്ഞ അവസ്ഥയിനുണ്ടത്. കാരണം ആ നട്ടപ്പൊരി വെയിലത്തുനിന്ന് വന്നിട്ട് എനിക്കിങ്ങനെ കിടക്കാനുള്ളൊരു മൂടേന്. പക്ഷേ ഞാൻ വിചാരിച്ച് കിടക്കണ്ട, എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിനിരുന്നതാണ്. പക്ഷേ ഇത് എത്ര നേരമായിട്ടത് തീർന്നില്ലേനോ. അങ്ങനെ പിന്നെ എനിക്ക് അവസാനം മടുത്ത് തുടങ്ങിനു കേട്ടോ. ആദ്യം ഞാൻ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ മടക്കി വെച്ച് നല്ല എന്താ പറയുക കാണാൻ നല്ല രസത്തിലൊക്കെ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ എനിക്ക് മടുപ്പായി തുടങ്ങി. ഈ ഒരു ബോക്സിൽ ഞാൻ നോയിന് ചെറുതായിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് നമുക്ക് പ്രിയപ്പെട്ട നമ്മളിങ്ങനെ മെമ്മറി ആയിട്ട് എടുത്ത് വെക്കണമെന്ന് വിചാരിച്ച് കുറച്ച് ഡ്രസ്സസും സോക്സും അങ്ങനത്തെ ഐറ്റംസാണ് വെച്ചത്.
പിന്നെ സൂപ്പർ ബോട്ടത്തിൻ്റെ ഇൻസേർട്ടും ഞാൻ അതിൽ തന്നെയാണ് വെച്ചത്. കാരണം അതിപ്പോൾ യൂസ് ആക്കലില്ല. നോ ഇപ്പം ബാത്റൂമിൽ പോകാനുള്ളതൊക്കെ പറയലുണ്ട് കേട്ടോ. ഇപ്പം യൂറിൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഓന് ക്ലിയർ ആയിട്ട് പറയും. എന്നിട്ട് ബാത്റൂമിൽ തന്നെയാണ് എല്ലാം ചെയ്യലുള്ളത്. പോട്ടി ട്രെയിനിങ് ഒരു പ്രശ്നമാവുമെന്ന് ഞാനിങ്ങനെ പേടിച്ചിരുന്നു. പക്ഷേ ഇല്ല കേട്ടോ, അൽഹംദുലില്ലാ ഓന് നല്ല കോപ്പറേറ്റീവാണ്. പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ കുട്ടിക്ക് വേഗം മനസ്സിലാവുന്നുണ്ട്. ഇത് നോയിൻ്റെ മെഡിസിൻസ് എല്ലാം ഇട്ട് വെക്കുന്ന ഒരു ബാഗാണ് കേട്ടോ. ഇതിൽ ഓനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. എന്തിനൊരു ആൻറ്റിബയോട്ടിക് പോലും ഞാൻ എക്സ്ട്രാ ആക്കി വെക്കലുണ്ട് കേട്ടോ, ഇൻ കേസ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലോ വിചാരിച്ചിട്ട്. പക്ഷേ ആൻറ്റിബയോട്ടിക് ഒന്നും നമ്മൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കരുത് എന്നാണ്. എന്നാലും എൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടി വെച്ചതാണ്. പിന്നെ ആവി പിടിക്കുന്ന ആ ഒരു സാധനം അങ്ങനെ എല്ലാതായി തന്നെ വെച്ചാണ്. പിന്നെ ഇനി ഞാൻ ഇവൻ്റെ ഡയപ്പേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. ഡയപ്പറൊക്കെ ഞാൻ സാധാരണ ആ വരുന്ന കവറുണ്ടല്ലോ അതിൽ തന്നെയാണ് വെക്കലുള്ളത്. അങ്ങനെ അതിങ്ങനെ ഒരു ബൾക്കി ആയിട്ടുള്ള കവറാവുമല്ലോ, അപ്പോൾ അത് എന്തോ ഒരു വൃത്തിയോട് പോലെ തോന്നി. അങ്ങനെ ഞാൻ ഇവൻ്റെ ഉള്ള ഡയപ്പേഴ്സൊക്കെ ഇതേപോലെ ഈ ഒരു ബോക്സിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാണ്. പിന്നെ ആ ബ്ലൂ കളറൊക്കെ കാണുന്ന ഡയപ്പർ ഉണ്ടല്ലോ, അത് സൗദിയിൽ നിന്ന് വാങ്ങിച്ചത് ബാക്കിയുള്ളതേനു കേട്ടോ. അതിങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ഡയപ്പറാണ്, പാൻസ് അല്ല. അതുകൊണ്ട് തന്നെ അവനക്ക് വലിയൊരു സുഖമില്ല. അങ്ങനെ അതവിടെ ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഇവൻ്റെ അൽമാറ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ സമയം റെസ്റ്റ് എടുത്തിട്ടോ, പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്